തങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയൊക്കെ പോകണമെന്ന് ദേശാഭിമാനി തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്നും വഴിതെറ്റിക്കുവാനാണ് കൈരളിയും ദേശാഭിമാനിയും ശ്രമിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞാൻ എത്ര മാസശ്ശേരെ കണ്ട് ശ്രീ സണ്ണി ജോസഫ്, ഞാൻ പറയാനുള്ള പേരൊന്നും, ഞങ്ങളൊക്കെ എത്ര പേര്, കുഞ്ഞാലി സാഹിബ്, എത്ര പേര്, ഇത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ, പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ലേ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്ത് പോയപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലെ വി.വി. പ്രകാശിന്റെ ഭാര്യ ആദ്യം ഒരാൾ പോയപ്പോൾ പറഞ്ഞ മറുപടി കേട്ടല്ലോ. ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച, ഞങ്ങളെല്ലാം വിഷമിപ്പിച്ചൊരു മറുപടിയാണ്. എന്നുവെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ്. മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത്. മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത്, സ്മിത പറഞ്ഞത്. എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായ പോണത് ഷൗക്കത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട, അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര് അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. വി.വി. പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോകണം? അത് പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ. ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകുവാനുള്ള അവകാശമുണ്ട്. മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായതെന്നും മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നുമാണ് വി.വി. പ്രകാശിന്റെ ഭാര്യ സ്മിത പറഞ്ഞത്. വി.എസ്. ജോയ് ഉൾപ്പെടെ ഒരു നേതാക്കളുടെ വീട്ടിലും ആര്യടൻ ഷൗക്കത്ത് പോയിട്ടില്ല. നാടിനെ ദുരിതത്തിലാക്കിയ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയാണ് ജനങ്ങൾ വിധിയെഴുതുന്നത്. മാധ്യമങ്ങൾ ചെയ്യുന്ന ചർച്ചയല്ല ജനങ്ങൾ ചെയ്യുന്നത്. 15,000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിക്കും. എന്നാൽ സർക്കാരിന് എതിരായ പ്രതിഷേധത്തിന്റെ ആഴം ഭൂരിപക്ഷം ഇതിലും വർദ്ധിപ്പിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വിജയിക്കും. രാഷ്ട്രീയമായ വിഷയങ്ങളാണ് യു.ഡി.എഫ് ഉയർത്തിയത്. സർക്കാരിന്റെ 9 വർഷത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുവാനാണ് യു.ഡി.എഫ് ശ്രമിച്ചത്. ജനങ്ങളെ ബാധിക്കുന്ന 7 പ്രധാന ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടും മുഖ്യമന്ത്രിയോ എൽ.ഡി.എഫ് നേതാക്കളോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രചരണമാണ് CPM-ഉം LDF-ഉം നടത്തിയത്. പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരുവാനാണ് മുഖ്യമന്ത്രിയും LDF നേതാക്കളും ശ്രമിച്ചത്. ആ വർഗീയത നിലമ്പൂരിന്റെ മണ്ണിൽ വിലപ്പോകില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസമാണിന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായ പ്രചരണവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും നടത്തി പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശ്രീ ആര്യടൻ ഷൗക്കത്ത് ഇവിടെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ കണക്ക്. ഞങ്ങളിവിടെ ഉയർത്തിയത് രാഷ്ട്രീയമായ വിഷയങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഞങ്ങൾ സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണത്തെ ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത്. പ്രതിപക്ഷം ഉയർത്തിയ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ഇതുവരെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു CPM-ഉം LDF-ഉം അവലംബിച്ചത്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത LDF-ന്റെ ആളുകളും ശ്രമിച്ചത്. ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല 2026-ലെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് തുടക്കം കുറിക്കേണ്ടത് നിലമ്പൂരിൽ നിന്നാണ്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ യു.ഡി.എഫിനെ വിജയിപ്പിച്ച് ജനങ്ങളുടെ കണ്ണീരും സങ്കടങ്ങളും മാറ്റുവാൻ വേണ്ടിയുള്ള തുടക്കം നൽകണം എന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ആര്യടൻ ഷൗക്കത്തിന് കൈ അടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. SS Gold, pure gold. SS Group, Nilambur.